ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI വിദഗ്ധ അഭിപ്രായം തേടി. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് ഡോക്ടറുടെ വിശദമായ കുറിപ്പുകൾ എന്നിവ ഡൽഹി എയിംസിലേക്ക് അയച്ചു. സിദ്ധാർത്ഥൻ പൊതുവിചാരണയ്ക്ക് വിധേയനായെന്നും മണിക്കൂറുകളോളം വൈദ്യസഹായം നിഷേധിക്കപ്പെട്ടു എന്നുമാണ് കുറ്റപത്രത്തിലെ പരാമർശം. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് CBIയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇങ്ങനെ ഈ വിദഗ്ധ അഭിപ്രായം തേടുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? അതുപോലെ അതിക്രൂരമായ പീഡനം നേരിടേണ്ടി വന്നു എന്ന് കുറ്റപത്രം വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ശ്രീകാന്ത്? ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിലെ പരാമർശങ്ങൾ ഇപ്പോൾ വിശദമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: സിദ്ധാർത്ഥൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു, പൊതുവിചാരണയ്ക്ക് വിധേയനായി, മണിക്കൂറുകളോളം വൈദ്യസഹായം നിഷേധിക്കപ്പെട്ടു, വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി എന്ന് ചൂണ്ടിക്കാട്ടി അത് ചോദ്യം ചെയ്യുന്നതിനിടെ പ്രതികൾ സിദ്ധാർത്ഥന്റെ അടിവസ്ത്രമടക്കം അഴിച്ചുമാറ്റി, ബെൽറ്റും കേബിളും ഉപയോഗിച്ച് സിദ്ധാർത്ഥനെ തുടർച്ചയായി മർദ്ദിക്കുകയും തല്ലുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു. ഭാഗികമായി നഗ്നനായ സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ അന്തേവാസികളുടെ മുൻപാകെ കുറ്റം സമ്മതിക്കാൻ നിർബന്ധിതനായി എന്നാണ് CBI ചൂണ്ടിക്കാണിക്കുന്നത്. ഫെബ്രുവരി 16 രാത്രി 9:30 ആരംഭിച്ച മർദ്ദനം, അപമാനിക്കൽ, ആക്രമണം എന്നിവ ഫെബ്രുവരി 17 പുലർച്ചെ 1 മണി വരെ നീണ്ടു എന്നാണ് CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. അത്യന്തം ക്രൂരമായ ആക്രമണം നടന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തം. അതേസമയം ഇത് തൂങ്ങിമരണം തന്നെയാണോ അതോ കൊലപാതകമാണോ എന്ന സംശയം CBIക്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ മറ്റൊരു നടപടി. അതായത് അതിൽ CBI വിദഗ്ധ അഭിപ്രായം തേടിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് ഡോക്ടറുടെ വിശദമായ കുറിപ്പുകൾ എന്നിവ ഡൽഹി എയിംസിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ ഒരു മെഡിക്കൽ ബോർഡ് കൂടാനും അത് പരിശോധിച്ച ശേഷം കൃത്യമായ ഒരു വിദഗ്ധ ഉപദേശം നൽകാനുമാണ് അവർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കുടുംബം ആരോപിക്കുന്നത് പോലെ ഇത് കൊലപാതകമാണോ എന്ന സംശയം CBIക്കുണ്ട് എന്നാണ് അനുമാനിക്കേണ്ടത്. അത് അവസാന വട്ടം ഈ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും മുമ്പ് അതിലുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നത്. ശരിയാ ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.